മരുന്ന് നിർമ്മാണ പ്ലാന്റ് അമേരിക്കയിൽ സ്ഥാപിക്കുന്നില്ല എങ്കിൽ 2025 ഒക്ടോബർ 1 തീയതി മുതൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും 100% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. ഏതെങ്കിലും കമ്പനി അവരുടെ പ്ലാന്റിന്റെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉണ്ടായിരിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ചതിനു പുറമെ കിച്ചൺ ക്യാബിനറ്റുകൾ, ബാത്റൂം വാനിറ്റികൾ എന്നിവയ്ക്ക് 50% തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്ഹോൾസ്റ്ററി ഫർണിച്ചറുകൾക്ക് 30%വും ഹെവി ട്രക്കുകൾക്ക് 25%വും തീരുവ ചുമത്തിയിട്ടുണ്ട്. അതേസമയം പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച നിയമവശങ്ങളോ കൂടുതൽ വിവരങ്ങളോ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഫാർമ മേഖലയിൽ $27.9 ബില്യൺ കയറ്റുമതിയാണ് ഉണ്ടായത്. ഇതിൽ 31%വും അമേരിക്കയിലേക്കായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം $3.7 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്നും US-ലേക്ക് കയറ്റുമതി ചെയ്തത്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ 45%വും ബയോസിമിലർ മരുന്നുകളിൽ 15%വും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ്. അതിനാൽ തന്നെ ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ഇന്ത്യയിലെ ഫാർമ മേഖലയെ വൻതോതിൽ ബാധിച്ചേക്കും.